Hi, my friends. Amir Shah again with you today. നമ്മുടെ ഫ്രണ്ട്സ് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവർ നിക്ഷേപത്തിന് തത്തുല്യമായ ഒരു പ്രോഫിറ്റ് മാർജിന് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക, ഏതൊക്കെ സെക്ടറിലാണ് പ്രോഫിറ്റ് മാർജിൻ കൂടുതലുള്ളത്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എത്ര പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെങ്കിലാണ് ആ നിക്ഷേപത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ ശ്രമം നടത്തേണ്ടത്, നമ്മുടെ നിക്ഷേപത്തിന് കാര്യമായ ലാഭം ഉണ്ടോ ഇല്ലേ എന്നെങ്ങനെ കണ്ടെത്തും എന്നെല്ലാം ധാരാളം സംശയങ്ങൾ നമ്മുടെ ആളുകൾക്കുണ്ട്. ഇത് 2-3 എക്സാമ്പിളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, നിങ്ങളൊരു നിക്ഷേപം നടത്തി, ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, എന്നിട്ട് 4, 5, 10 വർഷം അത് നിങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തി. എന്നിട്ട് ആ സിംഗിൾ നിക്ഷേപത്തിന് നിങ്ങൾക്ക് വർഷാവർഷം എത്ര ലാഭം കിട്ടുന്നു എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിനാദ്യം നമ്മൾ ഉത്തരം കണ്ടെത്തണം. മറ്റൊരു തിയറി എന്ന് പറയുന്നത്, നിങ്ങൾ ഇതേ സെക്ടറിൽ വിവിധ സമയങ്ങളിൽ വിവിധ രൂപത്തിൽ വിവിധ എമൗണ്ടുകൾ വെച്ചുകൊണ്ട് നിക്ഷേപം നടത്തി. അപ്പോൾ ഒരേ സെക്ടറിൽ തന്നെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, മറ്റൊന്ന് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഇതൊരു ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരേ സെക്ടറിൽ അല്ലാതെ വിവിധ തരം സെക്ടറുകളിൽ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സുമായോ അതല്ലെങ്കിൽ ബാങ്കിലോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾ നടത്തുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിലൂടെ നിങ്ങൾ വിവിധ തരം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്ന് കരുതുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിന് നമ്മുടെ ലാഭം കണക്കാക്കുന്ന മെത്തേഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ നമ്മളെല്ലാവരും പറയുന്നത് ആനുവലൈസ്ഡ് റിട്ടേൺസിനെ കണ്ടെത്തി അതിൻ്റെ തുകയെ നമ്മുടെ ലാഭമായി കാണുക എന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അതായത് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലാസ്റ്റ് ക്യാപിറ്റൽ ഇൻ റിസർവ്. അതായത് നമ്മൾ ഇറക്കിയ മുതൽ, അതിൻ്റെ കൂടെ തന്നെ അതിൽ നിന്ന് വന്ന ലാഭം, ഒരു വർഷം കൊണ്ട് വന്ന ലാഭം, ഇതിന് രണ്ടിനെയും തുക എടുത്തുകൊണ്ട് അതിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ CAGR എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ അതേ സെക്ടറിൽ വിവിധതരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ വിവിധ സമയങ്ങളിൽ നടത്തുമ്പോൾ നിങ്ങൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വോളിയം എത്രയാണെന്ന് ഒരു ചോദ്യമുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ പീരിയഡിൽ ഒരു വർഷം കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഒരു ഏജിങ് ഉണ്ട്. ആ ഏജിങ്ങിനെ കൂടി പരിഗണിച്ചു കൊണ്ടാണ് നമ്മൾ മറ്റൊരു രൂപത്തിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത്. സോ ഇത് രണ്ടും നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് CAGR നിൽക്കുമ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് പല മാസങ്ങളിലൂടെ പല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിനെ കൃത്യമായ അളവിൽ നമുക്ക് അതിനെ വിലയിരുത്തി അതിനെ മനസ്സിലാക്കി കൃത്യമായ ഒരു എമൗണ്ട് എത്ര നമുക്ക് കൃത്യമായി വന്നു എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ XIRR എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ CAGR എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, ദാറ്റ് ഈസ് CAGR. അതേ അവസരത്തിൽ XIRR എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. എന്താണ് ഈ എക്സ്റ്റെൻഡഡ് ഇൻറ്റേർണൽ റേറ്റ് എന്ന് പറയുന്നത്? കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ. യു ഇൻവെസ്റ്റഡ് എ സിംഗിൾ എമൗണ്ട് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ്. അതിൽ നിങ്ങൾ എന്ന് നിക്ഷേപം നടത്തിയെന്നും എത്ര നടത്തിയെന്നും നിങ്ങൾക്ക് കൃത്യമായ അളവുണ്ട്. ദർ ഇസ് നോ അതർ ഹിസ്റ്ററി മോർ ദാൻ ദാറ്റ്. പക്ഷേ XIRറിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ പലതരം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും നിങ്ങൾക്ക് വിവിധ സമയങ്ങളിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നത്. അങ്ങനെ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് മാസം നടത്തിയതും സെക്കൻഡ് മാസം നടത്തിയതും മൂന്നാമത്തെ 4ാമത്തെ മാസങ്ങളൊക്കെ നിങ്ങൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏജുകൾ തമ്മിൽ വലിയ വ്യത്യാസം വരും. ഒരു പക്ഷേ എമൗണ്ട് സെയിം ആയിരിക്കാം, അതല്ലെങ്കിൽ എമൗണ്ടുകൾ വ്യത്യസ്തവുമാവാം. പക്ഷേ ഇതിനെ നമ്മൾ കമ്പൈൽ ചെയ്തുകൊണ്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ട് ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് എനിക്ക് കൂടുതൽ വന്നത് എന്നെല്ലാം നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ് XIRR എന്ന് പറയുന്നത്. ഇവിടെ XIRR എവിടെ ഉപയോഗിക്കുന്നു, CAGR എവിടെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന ഒട്ടുമുക്ക ബിസിനസ്സുകളും CAGR മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. അതേ അവസരത്തിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ്,
മ്യൂച്വൽ ഫണ്ട്, ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ ലാഭവിഹിതങ്ങൾ, അതിൻ്റെ പെർഫോമൻസ് എല്ലാം നമ്മൾ കണക്ക് കൂട്ടുന്നത് XIRR എന്ന മാനദണ്ഡം അടിസ്ഥാനമാക്കിയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചാർട്ട് ഇന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ CAGR നോക്കുമ്പോൾ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിന് നമുക്ക് എങ്ങനെ ലാഭം കിട്ടണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ഏത് തരം ലാഭങ്ങളാണ് ആൾറെഡി നമ്മുടെ മാർക്കറ്റിലുള്ളത്. ഞാൻ എൻ്റെ അടുത്ത് ലിക്വിഡിറ്റി ഉണ്ട്, ആ ലിക്വിഡിറ്റി ഞാൻ മറ്റൊരു ബിസിനസ്സിൽ, ഞാൻ ഇൻവോൾവ് അല്ലാത്തൊരു ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് കിട്ടാവുന്ന മാക്സിമം ബെനിഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 3%, മാക്സിമം എന്ന് പറയുന്നത് 7.5% ആണ്. ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ്, FDs. അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായി നിങ്ങൾ എന്താ പറയുക, ഡെപ്റ്റ് ഫണ്ടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 9% വരെ നമുക്ക് കിട്ടും. ഈ 9% മേലെ ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പെർഫോം ചെയ്യുന്നു, അവിടെയാണ് നമ്മുടെ റിസ്ക് ഏരിയ വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സ്വഭാവങ്ങളെല്ലാം മാറുന്നത്. സോ ഒരു ബിറ്റ്വീൻ 3 to 7% ഈസ് പാർട്ട് ഓഫ് FD ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് 7 to 9% ഈസ് ഡെപ്റ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ അതിന് മേലെ വരുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റിൽ ഏത് ഞാൻ തിരഞ്ഞെടുക്കും. ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് എനിക്കൊരു 7% ലാഭം കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ I will not recommend you to do any business. Just to go and invest your money in bank and stay safe, enjoy your life. This is the best option. കാരണം നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ റൂം വാടക എടുക്കേണ്ട ആവശ്യമില്ല, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല, കറണ്ട് വാടക അടക്കേണ്ട ആവശ്യമില്ല, മുനിസിപ്പാലിറ്റിക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നമില്ല. ജസ്റ്റ് ഇൻവെസ്റ്റ് യുവർ മണി ഇൻ ബാങ്ക്, ടേക്ക് 7%. അതുപോലെ തന്നെ 9% വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെപ്റ്റ് ഫണ്ടുകളിൽ, മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താം, അല്ലെങ്കിൽ ട്രഷറി നിക്ഷേപം നടത്താം. ഇതെല്ലാം കാര്യമായ ലാഭം നമുക്ക് തരും. അവിടെയും നിങ്ങൾ കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യുവർ മണി ഈസ് സേഫ്, യു ക്യാൻ ഡിപ്പോസിറ്റ് ആൻഡ് ടേക്ക് ദ പ്രോഫിറ്റ്. അവർ പറയുന്ന പ്രോഫിറ്റ് നമുക്ക് എടുക്കാം. അതിൻ്റെ മേലേക്ക് വരുമ്പോഴാണ് ഇനി നമ്മുടെ CAGR-ഉം XIRR-ഉം നമ്മൾ കാര്യമായി പരിഗണിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ലാൻഡ് വാങ്ങുമ്പോൾ അത് 7% ആണ് ലാഭം ജനറലി അവിടെ ആ ഭാഗങ്ങളിൽ ലഭിക്കുന്നത് എങ്കിൽ യു ഡോണ്ട് നീഡ് ടു ബൈ എ ലാൻഡ്, ജസ്റ്റ് ഇൻവെസ്റ്റ് യുവർ മണി ഇൻ ബാങ്ക്. അതുപോലെ 9% വരെ ആണെങ്കിൽ പോലും നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്തേണ്ട ആവശ്യമില്ല. കാരണം യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഡെപ്റ്റ് ഫണ്ട് ആൻഡ് ട്രഷറി ഇൻവെസ്റ്റ്മെന്റ്. അതേ അവസരത്തിൽ ഒരു 12% എങ്കിൽ ഈ കിട്ടുന്ന ലാഭം 12% എങ്കിൽ സത്യത്തിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും ലഭിക്കുന്നില്ല. കാരണം നമ്മുടെ കഴിഞ്ഞ 75 വർഷമായിട്ട് ഇൻഡസ്ട്രി റെഗുലറായിട്ട് നൽകുന്ന ഒരു ലാഭം എന്ന് പറയുന്നത് 12%, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതും 12% ആവറേജ്. അപ്പൊ നിങ്ങളത് ഇൻഫ്ലേഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം ഇൻഫ്ലേഷനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ നോട്ട് മേക്കിംഗ് എനി പ്രോഫിറ്റ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുക, കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ നിങ്ങൾക്ക് FDയോ അല്ലെങ്കിൽ ഡെപ്റ്റോ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് നിലക്കായിരിക്കും ബെറ്റർ. കാരണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല ആൻഡ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. കാരണം 9% മേലെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ റിസ്ക് ഇൻ ദാറ്റ് ബിസിനസ്. മേ ബി യു വിൽ ലൂസ് ദ എൻറ്റയർ ക്യാപിറ്റൽ. അതുകൊണ്ടാണ് ടു പ്രൊട്ടക്ട് യുവർ മണി യു ഹാവ് ടു കം ബാക്ക് ആൻഡ് ഇൻവെസ്റ്റ് സംവെയർ ഇൻ ബിറ്റ്വീൻ 7 to 9 or 3 to 7 ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതേ ഇൻവെസ്റ്റ്മെന്റ് ഒരു 15% എല്ലാ വർഷവും നിങ്ങൾക്ക് ലാഭം തരുന്നു എങ്കിൽ അതിനർത്ഥം അടുത്ത ഒരു 5 to 8 നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിൾ ആവും എന്നാണ് ഒരു മാനദണ്ഡം. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് ആൻഡ് യു ആർ നോട്ട് മേക്കിംഗ് മച്ച് ഹ്യൂജ് പ്രോഫിറ്റ് ആൻഡ് യു ആർ നോട്ട് ലൂസിങ് മച്ച് ക്യാപിറ്റൽ ഓൾസോ. മിനിമം ഒരു 15% കിട്ടുന്ന ലാഭമുള്ള ബിസിനസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റിലേക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ കാണണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഇൻവെസ്റ്റ് സംവെയർ ബിറ്റ്വീൻ 15 to 20% പ്രോഫിറ്റ് നൽകുന്ന ഇൻവെസ്റ്റ്മെന്റ്. 15 to 20% ലാഭം നൽകുന്ന ബിസിനസ് ഒന്ന് നിങ്ങൾക്ക് ട്രഡീഷണൽ ബിസിനസ്സുകൾ പരിഗണിക്കാം. പക്ഷേ യു ഷുഡ് നോ ദ ബിസിനസ്, യു ഷുഡ് നോ ദ മാർക്കറ്റ്
and you must be a master in that business. അതിന് പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ, if you are not good, you don't have such qualities, but you have money, then you have to select another option, which is investing in good mutual fund and good stock selections. ഇപ്പോൾ ഒരു 15 മുതൽ 20% ലാഭം കിട്ടുന്നു എങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപവും സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപവും പോസിറ്റീവാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പല ആളുകൾക്കും അവർ പല രൂപത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്, പക്ഷെ കിട്ടുന്ന ലാഭം എത്രയാണെന്ന് അളക്കാനോ കണ്ടെത്താനോ അവർക്ക് കഴിയുന്നില്ല. സോ ദേ ഡോണ്ട് നോ ഇൻ വിച്ച് ഡയറക്ഷൻ ദേ ആർ മൂവിങ് ദെയർ ബിസിനസ്. പക്ഷെ നിങ്ങൾ കൃത്യമായ അളവോട് കൂടി, കൃത്യമായ പഠനത്തോടു കൂടി, കൃത്യമായി അതിനെ അവലോകനം ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് CAGR വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാഭം എടുക്കാൻ പറ്റും. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിക്കുന്ന ഗ്രോ ആണ്, എല്ലാ ആപ്ലിക്കേഷനിലും XIRR എന്നുണ്ടാവും. നിങ്ങൾ ഇൻവെസ്റ്റ് നടത്തിയ എമൗണ്ട് ഇഫ് ഇറ്റ് ഈസ് ഗിവിങ് മോർ ദാൻ 15%, യു ആർ ഓക്കെ ഇൻ ദാറ്റ് ബിസിനസ്. മീൻസ് അടുത്ത 5-8 വർഷം കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിൾ ആവും എന്നർത്ഥം. ഇനി അഥവാ ഒരു എബൌട്ട് 20% പോയി കഴിഞ്ഞാൽ യു ആർ ഡൂയിങ് എക്സലൻറ്റ് ഇൻ ദാറ്റ് ബിസിനസ്. നിങ്ങൾ ആ ബിസിനസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങൾ ആ ബിസിനസ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിൾ ആണെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് സം എക്സ്ട്രാ ഓർഡിനറി ഫണ്ട്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു 25 to 30% പ്രോഫിറ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് നിങ്ങളുടെ നിക്ഷേപത്തെ കൊണ്ടുപോകേണ്ടത്. സോ ഇൻ ജനറൽ നിങ്ങളുടെ നിക്ഷേപം എത്രയാണെന്ന് നോക്കുക. നിങ്ങൾ നടത്തിയ നിക്ഷേപത്തിന്റെ XIRR എത്രയാണെന്ന് കണ്ടെത്തുക. അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തിയിട്ടുള്ളത് എങ്കിൽ ആ സൈറ്റിൽ നോക്കിയാൽ നിങ്ങളുടെ XIRR കാണും. അത് എത്രയാണെന്ന് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് അബവ് 15%, യു ആർ ജസ്റ്റ് ഓക്കെ. ഇഫ് ഇറ്റ് ഈസ് അബവ് 20%, യു ആർ ഡൂയിങ് വെൽ. ഇഫ് ഇറ്റ് ഈസ് അബവ് 30%, യു ആർ ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ഇൻ ദാറ്റ് ബിസിനസ്. ഇപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൾവേസ് അബൌട്ട് മോർ ദാൻ 38-40% ആണ്. ദിസ് ഈസ് ദ വേ ഹൗ ഐ ഡു ദ ബിസിനസ്, ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ദ ഗ്രേറ്റ് പ്രോഫിറ്റ് ഐ ആം മേക്കിംഗ്. ദാറ്റ്സ് എ മിനിമം പ്രോഫിറ്റ് വിച്ച് ഐ ആം മേക്കിംഗ് ബിക്കോസ് ഐ ആം പുട്ടിങ് മൈ entire day and time with stock market and mutual fund, and I am evaluating all the business I do. It is professionally managed. So എനിക്ക് കിട്ടുന്ന ലാഭം 37-40% എല്ലാം ഞാൻ പറയുമ്പോൾ don't think that is huge profit. No, it is always an average profit for me because we are expecting more than that. സോ CAGR-ഉം XIRR-ഉം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സോ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ട്, നമ്മൾ പലപ്പോഴും പല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾക്ക് ലാഭം തരുന്നുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപം നടത്താം. നിങ്ങളുടെ പഠനങ്ങളനുസരിച്ചോ നിങ്ങളുടെ തീരുമാനപ്രകാരം മറ്റൊരാളുടെ നിർദ്ദേശം പ്രകാരം അതിൽ സ്വന്തമായി തീരുമാനിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ when you have very good XIR, you are the right person. അഥവാ നിങ്ങൾ പല ഉപദേശങ്ങളും കേട്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തുന്നു, ആൻഡ് യു ആർ നോട്ട് ഗെയിനിങ് മച്ച് മണി. നിങ്ങളുടെ ടോട്ടൽ റിട്ടേൺ ഇഫ് ഇറ്റ് ഈസ് 7%, ബിലോ 7%, നെവർ ഇൻവെസ്റ്റ് യുവർ മണി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്. ഇൻവെസ്റ്റ് യുവർ മണി ഇൻ ബാങ്ക്സ് ഓർ പുട്ട് യുവർ മണി ഇൻ FD ഇൻവെസ്റ്റ്മെന്റ്. അതിലൊരു 8% വേണമെങ്കിൽ again you can consider debt mutual funds. പക്ഷേ മറ്റുള്ള ഏരിയകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പാടുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബേൺ യുവർ പോക്കറ്റ്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഹൗ ടു അനലൈസ് യുവർ ഇൻവെസ്റ്റ്മെന്റ്, ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ ഇൻവെസ്റ്റ്മെന്റ്, ആൻഡ് ഹൗ ടു ഫോർസീ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ മാർക്കറ്റ് ആൻഡ് എവരിത്തിങ്. പലപ്പോഴും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ CAGR എന്ന് പറയുമ്പോഴും XIRR എന്ന് പറയുമ്പോഴും അതൊരു സ്റ്റാറ്റിക് മാർക്കറ്റ് ആയിരിക്കണം. അതായത് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സൈക്കോളജി വെച്ച് പറയുകയാണെങ്കിൽ ഒരു കൂടിയ ആൽഫ മാർക്കറ്റോ അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ബീറ്റ മാർക്കറ്റോ ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എങ്കിൽ ഈ രണ്ട് ഫിഗേഴ്സ് നമുക്ക് വ്യത്യാസം വരാം. ഇതൊന്നുമില്ലാതെ
ഫോർ എക്സാമ്പിൾ നമുക്ക് കോവിഡ് സമയത്ത് നമ്മൾ CAGR എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ദാറ്റ് CAGR amount will be wrong because market is not functioning according to the CAGR concept. അതുപോലെ തന്നെ വളരെ വൊളാറ്റലായിട്ട് വളരെ ഹൈലി പെർഫോമിംഗ് ആയ മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് നമ്മുടെ CAGRന് പ്രശ്നമുണ്ടാവും. സോ അതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊരു ആവറേജ് മാർക്കറ്റ് ആണ് എങ്കിൽ, ഒരു കോൺസ്റ്റന്റ് മാർക്കറ്റ് ആണെങ്കിൽ, വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മാർക്കറ്റ് ആണെങ്കിൽ CAGR വിൽ വർക്ക് പെർഫെക്റ്റ്, XIRR വിൽ വർക്ക് പെർഫെക്റ്റ്. സോ ഇതുകൂടി മനസ്സിലാക്കിയ ശേഷമായിരിക്കണം നമ്മൾ നമ്മുടെ നിക്ഷേപത്തെ കാണേണ്ടതും അതിൻ്റെ ലാഭത്തെ കണ്ടെത്തേണ്ടതും. സോ കോവിഡ് സമയങ്ങളിൽ 1-2 വർഷം നിങ്ങൾക്ക് CAGR വളരെ കുറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റിലേക്ക് അവിടെ നിന്ന് നിങ്ങൾ മടങ്ങി പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് മാർക്കറ്റ് വാസ് ഓഫ് ഫോർ സം ടൈം. ഫങ്ഷൻ ചെയ്യുന്ന മാർക്കറ്റ് ആയിരിക്കണം. അതുപോലെ മണി മാർക്കറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എങ്കിൽ. അല്ലാതെ കോവിഡ് സമയത്ത് 2 വർഷം നമ്മുടെ മാർക്കറ്റ് ഓഫായി നിൽക്കുന്ന സമയത്ത് നൊബഡി ഈസ് ഇൻവെസ്റ്റിംഗ് നോവർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. സോ യു ആർ ഓൺ ദ സേഫ് സൈഡ്, യു കണ്ടിന്യൂ ദ മാർക്കറ്റ്. അതുപോലെ തന്നെ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി നന്നായി ചിന്തിക്കുന്നത് നന്നാവും. നിങ്ങളുടെ XIRR കൂട്ടി വരുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾ പോവുക. XIRR നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ ബേസിക് റൂളായ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും ബേസിക് ആൻഡ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ബൈ അറ്റ് ലോ സെൽ അറ്റ് ഹൈ. ബൈ അറ്റ് ലോ ആൻഡ് സെൽ അറ്റ് ഹൈ. ഇതൊരു ബ്ലൈൻഡ് റൂളാണ്. യു ഡോണ്ട് നീഡ് എനി തിയറി, യു ഡോണ്ട് നീഡ് മച്ച് ഇന്റലിജൻസ്. അത് ആ കമ്പനി നല്ലതാണ് എങ്കിൽ, ആ മാർക്കറ്റ് ഓക്കെ ആണ് എങ്കിൽ, വിതൗട്ട് മച്ച് കാൽക്കുലേഷൻസ്, മച്ച് സ്ട്രാറ്റജീസ്, മച്ച് റിസർച്ച് യു ക്യാൻ ഇൻവെസ്റ്റ്. സോ ITC പോലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു റിസർച്ചിൻ്റെ ആവശ്യമില്ല. അതുപോലെ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് റിസർച്ച് ആവശ്യമില്ല. വിപ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് റിസർച്ച് ആവശ്യമില്ല. when the market is low and the share price is bottom touched. So this is the way how you can get away from research. പലപ്പോഴും നമ്മൾ പല കമ്പനികളെയും തിരഞ്ഞെടുക്കുന്നത് is without research because we know that what kind of company we are going to consider for the investment. So hope you get much information about CAGR and XIRR. Thank you very much, my friends.